ആലപ്പുഴയിലെ SDPI നേതാവായിരുന്ന കെ ഷാന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. കെ ഷാൻ കൊലപാതക കേസിലെ പ്രതികളായ 3 RSS പ്രവർത്തകരാണ് ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഇവർ നൽകിയിരുന്ന ഹർജിയിൽ നേരത്തെ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു. ഇതിനാണ് സംസ്ഥാനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിലാണ് ഈ 3 പേർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാൻ കൊലപാതക കേസിലെ 9 പ്രതികൾക്ക് സെഷൻസ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ കൊലപാതകവുമായി നേരിട്ട് പങ്കാളിത്തമുള്ള 4 പേരുടെ ജാമ്യമായിരുന്നു ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത്. അതിൽ 3 പേരാണ് ഇപ്പോൾ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരളം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതക കേസുകളിൽ പ്രതികളാകുന്ന SDPIയുടെ പ്രവർത്തകർക്ക് അല്ലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്ക് വധശിക്ഷ ലഭിക്കുമ്പോൾ RSS പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുന്നത് സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുമെന്നായിരുന്നു. കാരണം ഈ ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിൽ 2021 ഡിസംബർ 18-നാണ് ഈ ഷാൻ കൊലപ്പെടുന്നത്. RSS നേതാവായിരുന്ന ഷാനിനെ കൊലപാതകികൾ കൊല്ലുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെയായിരുന്നു BJP നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസിനെ ആലപ്പുഴയിലെ വസതിയിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുന്നത്. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 15 പ്രതികൾക്ക് ഈ സെഷൻസ് കോടതി വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ ഷാൻ കൊലപാതക കേസിലെ ഈ 9 പ്രതികൾക്ക് ജാമ്യമാണ് സെഷൻസ് കോടതി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഷാനിന് കൊലപാതകം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നടന്ന രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇതിനോടകം തന്നെ വധശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കൊലപാതക കേസുകളിൽ SDPI പ്രവർത്തകർക്ക് വധശിക്ഷയും ലഭിക്കുമ്പോൾ ഈ RSS പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുന്നത് സമാധാന അന്തരീക്ഷം തകർക്കുമെന്ന് വ്യക്തമാക്കി ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് പി ഹമീദാണ് സംസ്ഥാനത്തിൻ്റെ ഈ സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ 3 RSS പ്രവർത്തകർക്കും കൊലപാതക കേസിലെ പ്രതികളായ 3 RSS പ്രവർത്തകർക്കും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും ഇവർ ജാമ്യത്തിലിറങ്ങിയാൽ ഈ കേസിൻ്റെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ഈ സംസ്ഥാനത്തിൻ്റെ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.